നമുക്ക് വചനത്തിൽ നിന്ന് ശ്രദ്ധിക്കാം. ശരി, ഈ കോളർ നയിക്കാം. താങ്ക് യു ഓഫീസ്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം ഒന്നാമത്തെ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. 1 തെസ്സലോനിക്കർ 4:1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിക്കത്തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. ഞങ്ങൾ കർത്താവായ യേശുവിന്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ട് ഒഴിഞ്ഞ് ഓരോരുത്തരും ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും അരുത്. ഞങ്ങൾ നിങ്ങളോട് മുൻപേ പറഞ്ഞതുപോലെ ഈ വകയ്ക്ക് ഒക്കെയും പ്രതികാരം ചെയ്യുന്നവൻ കർത്താവല്ലോ. ദൈവം നമ്മെ അശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെ അല്ല, തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിലെ നമ്മളുടെ നടപ്പ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പൗലോസ് നമ്മളോട് പറയുകയാണ്. ഞങ്ങളിൽ നിന്ന് കേട്ടതുപോലെ, അതായത് നിങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്, അതുപോലെ ഇനിയും അധികം വർദ്ധിച്ചു വരണം. നിങ്ങൾ നടക്കുന്നത് നല്ല നടപ്പാണ്. ഞങ്ങൾ പറയുന്ന പോലെ തന്നെയാണ് നിങ്ങൾ നടക്കുന്നത്. എന്നാൽ അതിലൊരു വർധനവുണ്ടാകണം. ഡിമിനിഷിങ് ആകരുത്, കുറഞ്ഞു പോകരുത്, സ്റ്റാഗ്നന്റ് ആകരുത്, അവിടെ നിന്ന് പോകരുത്. പക്ഷേ വർദ്ധിക്കണം, പ്രോഗ്രസിങ് ആയിരിക്കണം എന്ന് സഭയിലുള്ള ആൾക്കാരോട് പൗലോസ് പറയുകയാണ്. രണ്ടാമത് പറയുന്നത്, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിന്റെ ഇഷ്ടം അതാണ്, നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം, വിശുദ്ധരായി നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടം. വിശുദ്ധീകരിക്കപ്പെടണം. നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യവും ദൈവം അനുവദിക്കുന്നത് അതിനുവേണ്ടിയാണ്. പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നുണ്ടല്ലോ, പല രീതിയിൽ. അത് ഓരോന്നും നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം അനുവദിച്ചു തരുന്നതാണ്. നമ്മിൽ ഇല്ല എന്ന് കരുതുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ ആ കാര്യം ചെയ്യത്തില്ല, ഈ കാര്യം ചെയ്യത്തില്ല, അവരൊക്കെ അങ്ങനെ ഇങ്ങനെയെല്ലാം ചെയ്യുന്നു, നമ്മൾ വളരെ വിശുദ്ധിയോടാ നടക്കുന്നത് എന്ന് നമ്മൾ വിചാരിച്ചു പോകാം. ഇല്ല എന്ന് വിചാരിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. അത് നമ്മളെ കാണിക്കാൻ കൂടെയാണ് ദൈവം സാഹചര്യങ്ങളെ ഒരുക്കുന്നത്. അതേസമയം നമ്മളിൽ ഉണ്ട് എന്ന് വിചാരിക്കുന്ന നല്ല കാര്യങ്ങളുണ്ടല്ലോ.
അത് നമ്മിലില്ല എന്നുള്ള കാര്യവും കാണിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുപോകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആ ഏത് കാര്യത്തിലും ദൈവത്തിന്റെ ഉദ്ദേശം നമ്മളെ വിശുദ്ധീകരണമാണ്, മാനസാന്തരമാണ്. പിന്നെ പറയുന്നത്, നിങ്ങൾ ദുർനടപ്പ് വിട്ട് ഒഴിഞ്ഞ് വിശുദ്ധീകരണത്തിലും മാനത്തിലും തന്നെ നമ്മെ സൂക്ഷിക്കണം. അവിടെ പറയുന്നത് നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിയണം. അത് ഒരു കൽപ്പനയാണ്, ശക്തിയായിട്ടാണ് പറയുന്നത്. ദുർനടപ്പ് നമുക്ക് പാടില്ല, അത് വിട്ട് ഒഴിയണം. വിട്ടൊഴിഞ്ഞ് വിശുദ്ധീകരണത്തിലും മാനത്തിലും നമ്മെ സൂക്ഷിക്കണം. അതിന് ഞാൻ എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഒന്ന് വായിക്കാം. എബ്രായർ 13-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. അവിടെ പറയുന്നത്, എബ്രായർ 13:4, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരനെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അവിടെ ദുർനടപ്പ് നമുക്ക് ഉണ്ടാകരുത്. ദുർനടപ്പുകാരനെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. അതുകൊണ്ട് നമ്മുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാതെ ഇരിക്കട്ടെ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല. എന്തു വലിയ പ്രോമിസാണത്! ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല. അത് ദൈവത്തിന്റെ തന്നെ പ്രോമിസാണ്. ദൈവം നമ്മളെ കൈവിടത്തില്ല. അതുകൊണ്ട് നമുക്ക് ദുർനടപ്പ് വിട്ട് ജീവിക്കാം. ഉള്ളത് കൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. ഉള്ളത് മതി എന്ന് നമുക്ക് തൃപ്തിയോടെ, ആ ഉള്ളത് കൊണ്ട് തൃപ്തിയോടെ ജീവിക്കാനായിട്ട് നമുക്ക് ഉത്സാഹിക്കാം. 4ാമത് നമ്മളോട് പറയുന്നത്, ആര് സഹോദരനെ ചതിക്കുകയോ അതിക്രമിക്കുകയോ ചെയ്യരുത്. കാരണം അതിന് പ്രതികാരം ചെയ്യുന്നവൻ കർത്താവാണ്. കർത്താവിന്റെ പ്രതികാരം അത് വളരെ കട്ടിയായിരിക്കും. ആ പ്രതികാരം നമുക്ക് ഉണ്ടാകുവാനായിട്ട് ഒരിക്കലും നമ്മൾ അനുവദിക്കരുത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആരും സഹോദരനെ ചതിക്കുകയോ അതിക്രമിക്കുകയോ ചെയ്യരുത്. അവിടെ നമുക്ക് 1 കൊരിന്ത്യർ 6-ാം അധ്യായം, 1 കൊരിന്ത്യർ 6-ാം അധ്യായം 8-ാം വാക്യം വായിക്കാം. 8-ാം വാക്യം അവിടെ വായിക്കുന്നത്, നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു. സഭയിലുള്ളവരോട് പറയുകയാണ്, നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു. 9-ാം വാക്യം, അതും സഹോദരന്മാർക്ക് തന്നെ. സഹോദരനോട് അന്യായം ചെയ്യാനോ നഷ്ടം വരുത്താനോ, സഹോദരനോടല്ല മറ്റാരോട് തന്നെയും അന്യായം ചെയ്യാനോ നഷ്ടം വരുത്താനോ കർത്താവ് പറയുന്നില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു. 9, അതും സഹോദരന്മാർക്ക് തന്നെ. എന്നിട്ട് നമ്മളെ വീണ്ടും പ്രബോധിപ്പിക്കുകയാണ്, അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നറിയുന്നില്ലയോ? നമ്മൾ ആ കാര്യം അറിയണം. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അന്യായം ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കേണ്ട, കാരണം ദൈവരാജ്യം നമുക്ക് ലഭിക്കത്തില്ല. ഈ ലോകത്തിൽ കുറെ നാളെ ജീവിച്ച പോരായല്ലോ. ദൈവം നമ്മെ അശുദ്ധിക്കല്ല,
കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു. ആ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് അശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തിന് അത്രേ വിളിച്ചത്. പ്രത്യേക പർപ്പസിന്, വിശുദ്ധിയോടെ ജീവിക്കാനാണ് നമ്മളെ വിളിച്ചത്, അശുദ്ധിക്കല്ല. നാം വിശുദ്ധീകരിക്കപ്പെടുന്നത് ദൈവത്തിന്റെ വചനത്താലും പരിശുദ്ധാത്മാവിനാലും അത്രേ. അതിനെ, പരിശുദ്ധാത്മാവിനെ നാം തുച്ഛീകരിക്കരുത്. തുച്ഛീകരിച്ചാൽ നാം നമ്മൾ പരിശുദ്ധാത്മാവിനെ തുച്ഛീകരിക്കാനേ പാടില്ല. നമുക്ക് വിശുദ്ധിയായിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്നു. അശുദ്ധി നമ്മളിൽ നിന്ന് പോകട്ടെ, അശുദ്ധി നമ്മളിൽ നിന്ന് പോകട്ടെ. പരിശുദ്ധാത്മാവിനെ പിൻപറ്റിക്കൊണ്ട് തുച്ഛീകരിക്കാതെ നമുക്ക് ജീവിക്കാം. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. അവരെ നമ്മൾ തുച്ഛീകരിക്കുകയാണെങ്കിൽ ദൈവത്തെയാണ് തുച്ഛീകരിക്കുന്നത്. നമ്മെ വിശുദ്ധീകരിക്കുന്ന ദൈവത്തെ തുച്ഛീകരിക്കാതിരിക്കാം. ദൈവമാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. ആ ദൈവത്തെ, നമ്മളെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെ നമുക്ക് തുച്ഛീകരിക്കാതിരിക്കാം. ലേവ്യ പുസ്തകം 11:44 ഇങ്ങനെ വായിക്കുന്നു: ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ലേവ്യ 11:44. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധരായിരിക്കണം. കൽപ്പന അവിടെ കൊടുക്കുക, സ്പഷ്ടമായിട്ട് ക്ലിയറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ വിശുദ്ധനാണ്, നിങ്ങളെ ഞാൻ വിളിച്ചു വേർതിരിച്ചിരിക്കുകയാണ്. ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങൾ വിശുദ്ധരായിട്ട് തന്നെ ഇരിക്കണം. 1 പത്രോസ് 1:15 പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത്, നമുക്ക് അറിവില്ലാതെ ഇരുന്ന സമയത്ത്, ദൈവവചനത്തെയോ നമുക്ക് അറിവില്ലാതെ ഒരു സമയം ഉണ്ടായിരുന്നു. അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന അന്ന് പല മോഹങ്ങളുണ്ടായിരുന്നു. ആ മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം, നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ വിശുദ്ധനാണ്. ആ വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ എന്ന് പറയുന്നു. നമ്മുടെ എല്ലാ നടപ്പിലും നമ്മൾ വിശുദ്ധരായിരിക്കണം എന്ന് പറയുന്നു. ഈ വചനങ്ങളെ അനുസരിക്കാൻ ആഗ്രഹമുള്ളവരും അതിനുവേണ്ടി പരമാവധി കർത്താവിൽ ആശ്രയിക്കുന്നവരും ആണ് നമ്മൾ എങ്കിൽ, നമ്മൾ തെസ്സലോനിക്കയിലെ വിശ്വാസികൾക്ക് എഴുതുന്നത്, നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇനിയും തന്നെ അധികം വർദ്ധിച്ചു വരേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. അത് നമ്മളോടും അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുകയാണ്. നിങ്ങൾ നന്നായിട്ട് തന്നെയാണ് നടക്കുന്നത്, നിങ്ങൾ വിശുദ്ധരായിട്ട് നടക്കാൻ ഉത്സാഹിക്കുന്നുമുണ്ട്. എന്നാൽ ഇത് പോരാ. നമ്മളുടെ ആ പ്രവൃത്തി ഇത്രയും പോരാ. കാരണം കർത്താവ് വിശുദ്ധനാണ്, അവനോട് ചേരാനാണ് നമ്മൾ ഉത്സാഹിക്കുന്നത്. അതുകൊണ്ട് ഇനിയും നിങ്ങളെ കുറെ കൂടെ വിശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുക. നാം മരിക്കുന്നത് വരെ പാപം മാത്രം ചെയ്യാൻ കഴിവുള്ള ഒരു ജഡമാണ് നമ്മുടേത്. ഈ ജഡത്തിന് ആ പാപം മാത്രമേ, ഈ ശരീരത്തിന് ആ പാപം മാത്രമേ ചെയ്യാൻ കഴിവുള്ളൂ. അതുകൊണ്ട് രണ്ട് തിമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അന്ത്യകാലത്ത്, നമ്മളെ സംബന്ധിച്ച് ഇത് നമ്മുടെ അന്ത്യകാലമാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് അറിയുക. ദുർഘട സമയങ്ങൾ വരും.
2 തിമോഥെയോസ് 3, 1, 2, 3 വാക്യങ്ങൾ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വൻപ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളുകളുമായി. എത്ര കാര്യങ്ങളാ പറഞ്ഞ. മനുഷ്യനെക്കുറിച്ച് പറയാണ്, നമ്മളെക്കുറിച്ച് പറയുകയാണ്. അങ്ങനെയാണോ നമ്മള്? അത് നമ്മൾ ചിന്തിക്കണം. ധാർഷ്ട്യക്കാരുമായി നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച്, ആ ഭക്തിയുടെ വേഷം എല്ലാവർക്കും ഉണ്ട്, ആ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരായിരിക്കും. അന്ത്യകാലത്തെ മനുഷ്യരുടെ രീതി അതാണ്. ഭക്തിയുടെ വേഷം ധരിക്കും, പക്ഷേ അതിൻ്റെ ശക്തിയെ ത്യജിച്ചു കളയും. അങ്ങനെയുള്ളവരെ നമ്മൾ വിട്ടൊഴിയാനാ നമ്മളോട് പറയുന്നത്. ഈ പറഞ്ഞിരിക്കുന്നത് ലോകക്കാരെ കുറിച്ചല്ല, ലോകത്തിലുള്ളവര് അവരെ കുറിച്ചല്ല, നമ്മളെ കുറിച്ചാ പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ഭക്തരെന്ന് ധരിക്കുന്നവരെ കുറിച്ചാണ്. നമ്മൾ വളരെ ഭക്തരാണെന്ന് ധരിച്ച് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നമ്മളെ കുറിച്ചാണ് ഈ പറയുന്നത്. അതുകൊണ്ട് നാം ജീവിക്കുന്ന ഈ അന്ത്യകാലത്ത് ദൈവം നമുക്ക് തന്നിട്ടുള്ള വചനങ്ങൾ പ്രമാണിക്കുന്നതിൽ അധികം വർദ്ധിച്ചു വരുന്നവരാകണം. നമ്മൾ ദൈവവചനം വായിക്കുന്നുണ്ട്, ദൈവവചനം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ അത് വായിച്ച് അനുസരിച്ച് ഭക്തിയിൽ വളർന്നു വരുന്നവരാകാം. ഒടുവിലായി വെളിപ്പാട് പുസ്തകം 22-ന്റെ 11-ഉം 12-ഉം വാക്യങ്ങളിൽ വായിക്കുന്നത്, അനീതി ചെയ്യുന്നവൻ, ഇത് നിങ്ങൾ കേൾക്കാതെ ഇരിക്കുകയാണെങ്കിൽ, വെളിപ്പാട് പുസ്തകത്തെ അവസാനം പറയുകയാണ്, ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ കേൾക്കാതെ ഇരിക്കുകയാണെങ്കിൽ അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്തുകൊള്ളട്ടെ, അഴുക്കാടുന്നവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധീകരിക്കുന്നവൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, വിശുദ്ധീകരിക്കുന്നവൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്തു കൊള്ളട്ടെ. പക്ഷേ ദൈവം അവർക്ക് വേണ്ട പ്രതിഫലം, അവർക്ക് യോഗ്യമായ ശിക്ഷയും പ്രതിഫലവും കൊടുക്കും. അതുകൊണ്ട് നമുക്ക് ആടട്ടെ, ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ ശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. കർത്താവ് പറയുന്നതാണ്, ഞാൻ വേഗം വരുന്നു. 2000 വർഷം മുമ്പാ പറഞ്ഞത്, പക്ഷേ വേഗം വരുന്നു. നാം മാനസാന്തരപ്പെടാനുള്ള അവസരം നമുക്ക് തരുന്നത് കൊണ്ടാണ് കർത്താവിൻ്റെ വരവ് താമസിക്കുന്നത്. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. നാം നന്മ ചെയ്തെങ്കിൽ നന്മയ്ക്കുള്ള പ്രതിഫലം, അല്ല തിന്മയാണെങ്കിൽ അതിനുള്ള ശിക്ഷ തരുവാനായിട്ട് കർത്താവിൻ്റെ കയ്യിൽ ഉണ്ട്. കർത്താവിൻ്റെ നീതിയാൽ നീതിമാന്മാരായിരിക്കുന്ന നമുക്ക് അവിടുത്തെ വിശുദ്ധി പ്രാപിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇനിയും അധികം നീതി ചെയ്യാം. നമ്മൾ നീതി ചെയ്യുന്നവരാണ്. അതിൽ തൃപ്തരായി നമ്മൾ മുന്നോട്ട് പോവുകയല്ല, ഇനിയും അധികം നീതി നമ്മളെ ചെയ്യാം. അതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ.